ശമ്പളം, പെൻഷൻ വിതരണം ഉൾപ്പെടെയുള്ള സാമ്പത്തിക ആവശ്യം നിറവേറ്റാനായി സംസ്ഥാന സർക്കാർ വീണ്ടും കടമെടുക്കാനൊരുങ്ങുന്നു. കടപ്പത്രങ്ങളിറക്കി 1249 കോടി രൂപയാണ് കേരളം കടമെടുക്കുന്നതെന്ന് റിസർവ് ബാങ്ക് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. കൂടാതെ ഇതിനായുള്ള ലേലം നവംബർ 19-ന് റിസർവ് ബാങ്കിന്റെ കോർ ബാങ്കിംഗ് സൊല്യൂഷനായ ഇ-കൂബർ പോർട്ടലിൽ നടക്കും. 7 വർഷത്തെ തിരിച്ചടവ് കാലാവധിയുള്ള കടപ്പത്രങ്ങളാണ് കേരളം പുറത്തിറക്കാൻ പോകുന്നത്. നവംബർ 5-ന് കേരളം 1000 കോടി രൂപ കടമെടുത്തിരുന്നു. 19-ന് 1249 കോടി രൂപ കൂടി എടുത്തതോടെ നടത്തിപ്പു സാമ്പത്തിക വർഷത്തെ മാത്രം സംസ്ഥാന സർക്കാരിന്റെ കടം 29,247 കോടി രൂപയാകും. നടപ്പുവർഷം ഏപ്രിൽ, ഡിസംബർ മാസങ്ങളിൽ 21,253 കോടി രൂപ കടമെടുക്കാനായിരുന്നു കേന്ദ്രം നേരത്തെ കേരളത്തെ അനുവദിച്ചിരുന്നത്. ഓണക്കാലവും സാമ്പത്തിക പ്രതിസന്ധിയും ചൂണ്ടിക്കാട്ടി കേരളം ഇളവ് ചോദിച്ചതോടെ കൂടുതൽ കടമെടുക്കാൻ കേന്ദ്രം അനുവദിച്ചിരുന്നു. ആ ഒരു പരിധിയുമാണ് നവംബർ 19ഓടെ അവസാനിക്കുക. ഏകദേശം 12,000 കോടി രൂപയാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രതിമാസ വരുമാനം. ചെലവ് 15,000 കോടി രൂപയോളം വരും. അതായത് ഓരോ മാസവും 3,000 കോടി രൂപ അധികമായി കണ്ടെത്തണം. നടപ്പുവർഷമാകെ 37,512 കോടി രൂപ കടമെടുക്കാൻ കേരളത്തിന് അർഹതയുണ്ടെന്ന് കേന്ദ്രം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇത് പരിഗണിച്ചാലും ഇനി എടുക്കാൻ ശേഷിക്കുന്നത് 8,263 കോടി രൂപ മാത്രമാണ്. അതായത് നവംബർ 19-ന് ശേഷം നടപ്പുവർഷം അവസാനിക്കാൻ 4.5 മാസം കൂടി ശേഷിക്കെ ശരാശരി 3,000 കോടി രൂപ അധികമായി വേണ്ടിടത്ത് എടുക്കാനാകുക ശരാശരി 2,000 കോടി രൂപ മാത്രമാണ്. നിലവിൽ തന്നെ പദ്ധതി ചെലവുകൾ വെട്ടിക്കുറച്ചിട്ടുണ്ട് സർക്കാർ. കേന്ദ്രം കനിഞ്ഞില്ലെങ്കിൽ വരുമാന മാസങ്ങളിൽ കടുത്ത ചെലവ് ചുരുക്കൽ നടപടിയിലേക്ക് സംസ്ഥാന സർക്കാരിന് നീങ്ങേണ്ടി വരും. കേരളത്തിന്റെ കടപരിധി നിശ്ചയിച്ചതിൽ അപാകതയുണ്ടെന്നും കൂടുതൽ കടമെടുക്കാൻ അനുവദിക്കണമെന്നും സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു. ഇക്കാര്യം കേന്ദ്രം ഇനിയും പരിഗണിച്ചിട്ടില്ല. കേന്ദ്രത്തെ വീണ്ടും സമീപിക്കാനുള്ള നീക്കവും കേരളം നടത്തുന്നുണ്ട്. അധികമായി 11,500 കോടി രൂപ കൂടി അനുവദിക്കണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം.